الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അറബ് മാസങ്ങളിലെ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. ആ മാസത്തിന്റെ പവിത്രത, അന്ന് യുദ്ധം ചെയ്യുവാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിലധികമായി കൊണ്ട് ആ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതകളോ പ്രാധാന്യങ്ങളോ ഇല്ല. ഏതെങ്കിലും നമസ്കാരങ്ങളോ ദിക്റുകളോ ദുആകളോ കർമ്മങ്ങളോ ഒന്നും തന്നെ അധികമായിട്ട് ചെയ്യാൻ ഈ മാസത്തിൽ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ആ മാസത്തിലാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ് നടന്നത് എന്ന് പറയപ്പെടുന്നു. അഥവാ ആ കാര്യവും നിർണിതമല്ല. പ്രവാചകന്റെ ഇസ്റാ മിഅ്റാജ് നടന്നത് റജബ് മാസത്തിലാണ് എന്ന കാര്യം പ്രമാണങ്ങളാൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതുമല്ല. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ 5 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഏത് ദിവസങ്ങളിലാണ് എന്നതിനെ പറ്റി. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ 15ഓളം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഏത് ദിവസത്തിലാണ്, ഏത് മാസത്തിലാണ് എന്നതുവരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതോ അനുഷ്ഠിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാസത്തിലോ അല്ലെങ്കിൽ ഈ മാസത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഇസ്റാ മിഅ്റാജിലോ ഉള്ളത് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരുവചനങ്ങളിലൂടെയോ
അത് എന്നാണ് നടന്നത് എന്നതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇസ്രായിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ഇസ്രാ എന്ന പേരോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്ന ഹൗല എന്ന് തുടങ്ങിക്കൊണ്ട് ഇസ്രാഇനെ കുറിച്ച് പറയുന്നുണ്ട്. മിഅ്റാജിനെ സംബന്ധിച്ച് സൂറത്തുൻ നജ്മിൽ ചില വചനങ്ങളിലൂടെ സൂചനയുണ്ട്. ഖുർആനിൽ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ഇസ്രാഇനെ പറ്റിയാണ്. മിഅ്റാജിനെ സംബന്ധിച്ച് സൂചനകളുമാണ് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഏതായിരുന്നാലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മഹത്തായ ഒരു മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ കഴിച്ചാൽ പ്രവാചകൻ ലഭിച്ചിട്ടുള്ള മുഅ്ജിസത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അമാനുഷികത്വം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഇസ്രാ മിഅ്റാജ് ആണ് എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു രാത്രിയുടെ അല്പഭാഗം കൊണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറൂസലമിലെ ബൈത്തുൽ അഖ്സ വരെ പോവുകയും ബൈത്തുൽ മുഖദ്ദസ് വരെ പോവുകയും ആ രാത്രി തന്നെ സുബ്ഹിന് മുമ്പായി തിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള സംഭവം. ഒരു മാസത്തെ വഴിദൂരം സാധാരണ യാത്രക്കാരായ ആളുകൾക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്കുണ്ട്, ജെറൂസലമിലേക്കുണ്ട്. എന്നാൽ ആ വഴി ദൂരങ്ങളെ മുഴുവനും ഒരു രാത്രിയുടെ അല്പഭാഗം കൊണ്ട് പ്രവാചകൻ പോയി വന്നു എന്നതാണ് അതിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. ഇത് നടക്കുന്ന സന്ദർഭം വളരെ പ്രധാനമാണ്. ഈ ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സന്ദർഭം അത് പ്രവാചകന് അള്ളാഹു നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. പ്രവാചകന് അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ്. പ്രവാചകന് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുവാൻ വേണ്ടി, തന്നെ സംബന്ധിച്ച് തന്റെ ദൗത്യത്തെ സംബന്ധിച്ചെല്ലാമുള്ള ഒരു ഉറപ്പ് ലഭിക്കുവാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമായി കൊണ്ടാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം പ്രവാചകൻ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന, മാനസികമായി ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭങ്ങളിലാണ് 3 വർഷക്കാലം എന്നും അതിലേറെ എന്നും പറയപ്പെടുന്ന ശുഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ പ്രവാചകനും അനുയായികളും പോയി കഴിയേണ്ടി വന്നത്. തങ്ങളുടെ നാടും വീടും വിട്ട് ആ മലയുടെ മുകളിൽ പോയി ഭക്ഷണങ്ങളില്ലാതെ കാട്ടിലെ ഇലയും പഴങ്ങളും അതുപോലെയുള്ള കായ്കനികളും പറിച്ചു തിന്ന് കഴിയേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ പ്രവാചകന്റെ ജീവിതത്തിന്റെ താങ്ങും തണിയുമായിട്ടുണ്ടായിരുന്ന 2 വ്യക്തിത്വങ്ങൾ, അവയിൽ ഒന്ന് അബൂ ത്വാലിബാണ്. മകനെ, നീ ഉദ്ദേശിച്ച വഴിയിലൂടെ നീ നീങ്ങിക്കൊള്ളുക. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ രോമത്തിൽ ഒരാൾ സ്പർശിക്കുകയില്ല, നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല എന്ന ധൈര്യം നൽകിയിട്ടുള്ള പ്രബോധനത്തിലെ താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബ് വിട പറഞ്ഞ വർഷവുമാണത്. അതുപോലെ തന്നെ തന്റെ ജീവിതം പങ്കിട്ടിരുന്ന താൻ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ഈ ദിവ്യ സന്ദേശം ലഭിച്ച് വീട്ടിലേക്ക് കടന്നു വന്നത് മുതൽ തനിക്ക് വേണ്ട എല്ലാ ആശ്വാസവും വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം നൽകിയിട്ടുള്ള ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. പ്രവാചകന്റെ പിന്നീട് ഒരുപാട് വിവാഹങ്ങളിലൂടെ ഭാര്യമാരുണ്ടായിട്ടുണ്ടെങ്കിലും അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ബന്ധമുള്ളത് ഖദീജയുമായിട്ടാണ് എന്നതാണ്. ആ ഖദീജ ബീബിയും മരണപ്പെട്ട വർഷം. ഇങ്ങനെ പ്രവാചകൻ മാനസികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ അത്ഭുതകരമായ സംഭവം ഉണ്ടാക്കിക്കൊണ്ട്, അല്ല പ്രവാചകരെ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾക്ക് സംരക്ഷകനായി, നിങ്ങൾക്ക് സഹായിയായി, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്നത്. ആ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രാ മിഅ്റാജ് എന്താണ് എന്ന് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ പോയിന്റുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് പ്രവാചകൻ ഈ ഇസ്രാ മിഅ്റാജ് നടത്തിയത് എന്നാണ്. ബൈത്തുൽ മുഖദ്ദസ് എന്നത് ജെറൂസലമിലാണ്. അനേകം പ്രവാചകന്മാരുടെ പാദമുദ്രകളേറ്റിട്ടുള്ള ഒരു പ്രദേശമാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ തന്നെ പറയുന്നത് ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റിലും നാം ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. ആ ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു എന്നതിനെ ഈ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫലങ്ങളെ കൊണ്ടും മറ്റ് കായ്കനികളെ കൊണ്ടുമെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മുഫസ്സിറുകളായ ആളുകളെല്ലാവരും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആദരിക്കപ്പെടുന്ന 3 പള്ളികളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിൽ നിന്ന് മുസ്ലിം സമൂഹം എന്ന് പിന്നോട്ട് മാറിയോ അന്നാണ് ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് നഷ്ടമായത്. ഇന്ന് ബൈത്തുൽ മുഖദ്ദസിൽ ഭാഗികമായി കൊണ്ട് നമ്മൾ ആരാധന നിർവഹിക്കുന്നുണ്ട് എങ്കിലും അവിടെയുള്ള ഇസ്രായേൽ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ ആരാധനകൾ പോലും നടക്കുന്നത്. ആരാധനയ്ക്ക് വരുന്ന ആളുകളെ പോലും തങ്ങളുടെ തോക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുകയും കുത്തിനോവിക്കുകയും എല്ലാം ചെയ്യുന്ന പ്രവണത അവിടെ ഉണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമുണ്ട്. ആ ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് പ്രവാചകൻ ഹിജ്റ പോയത്, ഇസ്രാ മിഅ്റാജ് പോയത്. ആ ഇസ്രാ മിഅ്റാജ് പോയ ബൈത്തുൽ മുഖദ്ദസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിലും ഈ സമുദായത്തിന്റെ കയ്യിൽ എന്നെങ്കിലും അത് വരാതിരിക്കില്ല, ഉറപ്പാണ്. കാരണം അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതൊരു പക്ഷേ അടുത്താകാം, അകലെയാകാം. ഖിയാമത്ത് നടക്കുന്നതിന് മുമ്പായി ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ അധീനതയിൽ വരും എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ, മുസ്ലിങ്ങൾ യഹൂദരുമായി കൊണ്ട് യുദ്ധമുണ്ടാകുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്താ യഖ്തബിയൽ യഹൂദിയ്യ മിൻ വറാഇൽ ഹജരി വശജരി, അങ്ങനെ യുദ്ധം നടന്ന് ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ മുന്നേറ്റം കൊണ്ട് ജൂതന്മാരായ ആളുകൾ മരത്തിന്റെയും അതുപോലെ തന്നെ കല്ലുകളുടെയും ഒക്കെ മറവിൽ അവർ ഒളിച്ചിരിക്കും. അവർ പിന്തിരിഞ്ഞോടി മരത്തിന്റെയും അതുപോലെ തന്നെ കല്ലുകളുടെയും ഇടയിൽ ഒളിച്ചിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, അന്ന് ഹജറും ഷജറും കല്ലും മരങ്ങളും വിളിച്ചു പറയും മുസ്ലിം ഭടന്മാരോട്, യാ മുസ്ലിം യാ അബ്ദല്ലാഹ് ഹാദാ യഹൂദിയുൻ ഖൽഫി, ഏ മുസ്ലിമേ, അല്ലാഹുവിന്റെ ദാസ, ഒരു ജൂതനിതാ ഇവിടെ, അവനെ നിങ്ങൾ പിന്തുടരൂ, അവനെ നിങ്ങൾ കൊലപ്പെടുത്തൂ എന്ന് മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം, നമുക്ക് സമാധാനിക്കാം. ഇന്ന് ജെറൂസലം എന്നത് അത് യൂതപ്പടയുടെ കയ്യിലാണ് എങ്കിലും അതിനൊരു മോചനമുണ്ടാവുകയും മുസ്ലിങ്ങളുടെ കയ്യിൽ വരികയും ചെയ്യും എന്നതാണ് അതിൽ ഒന്നാമത്തെ ഒരു ഗുണപാഠമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തത് ഇസ്രാ എന്നാണ്. അതിന്റെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്, ഇസ്രാ എന്ന് പറയുന്നതിന് രാത്രിയിൽ സഞ്ചരിക്കുന്നതിനാണ് ഇസ്രാ എന്ന് പറയുക. ആ ആയത്തിൽ തന്നെ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന ലൈലൻ എന്ന പദം വന്നതുകൊണ്ട് രാത്രി മുഴുവനുമില്ല, രാത്രിയുടെ അല്പഭാഗം മാത്രമേ ഉള്ളൂ എന്ന് ആ പദവും സൂചിപ്പിക്കുന്നു. അങ്ങനെ രാത്രിയുടെ അല്പഭാഗത്ത് രാത്രിയിലാണ് ആ സഞ്ചാരം ഉണ്ടായിട്ടുള്ളത്. ആ പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് രാത്രിയിൽ പോയിട്ടുള്ളത് വിശദീകരിക്കുന്നു. ലിഅന്നഹു സമനുൻ യഗ്നസു ഫീഹിൽ മുസ്ലിമു മുൻഖതിയൻ അനിദ് ദുനിയ, ഈ രാത്രിയിൽ ആ സമയം എന്ന് പറയുന്നത് ലോകം ശാന്തമായി നിൽക്കുമ്പോ, എല്ലാവരും ഉറങ്ങി അത്രയ്ക്ക് ശാന്തമായി നിൽക്കുന്ന സമയത്ത് ദുനിയാവിനോടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഒരു വിശ്വാസി അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്ന സമയമാണ് രാത്രി. അള്ളാഹുവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന സമയമാണ് രാത്രി. അതുകൊണ്ടാണ് രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നാം തഹജ്ജുദിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ആ രാത്രി സമയത്ത് എഴുന്നേൽക്കുകയും ഈ തഹജ്ജുദ് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പ്രാധാന്യം പറയുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുവാനും അവന്റെ മനസ്സ് പൂർണ്ണമായും പടച്ചവരോട് അടുക്കുവാനും ഒരു ശബ്ദ കോലാഹലങ്ങളില്ലാത്ത അവസ്ഥയിൽ റബ്ബുമായി അടുക്കുവാനും പറ്റുന്ന സമയമാണ് എന്ന് നാം വിശദീകരിക്കാറുള്ളത്. അതുകൊണ്ട് ആ രാത്രിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ നാഥനുമായി ഏറ്റവും അടുക്കുവാനുള്ള സമയമെന്നും അങ്ങനെ അല്ലാഹുവുമായി ഏറ്റവും അടുക്കാൻ നമ്മളും സമയം ചെലവഴിക്കണമെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ള അബ്ദ് എന്നാണ്. സുബ്ഹാനല്ലദീ, എന്റെ ദാസനെ ഞാൻ യാത്രയാണം ചെയ്യിച്ചവനാണ്. അബ്ദൻ, എന്റെ ദാസനെയാണ് അബ്ദ് എന്ന പ്രയോഗം, എന്റെ അടിമയെ എന്ന് പറയുന്ന പ്രയോഗം. ആ പ്രയോഗം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിങ്ങൾ അമിതമായി പ്രശംസിക്കുവാൻ പാടില്ല. എന്നെ നിങ്ങൾ അമിതമായി പ്രശംസിക്കുവാൻ പാടില്ല. ജൂത ക്രൈസ്തവർ അവരുടെ പ്രവാചകരെ അമിതമായി പ്രശംസിച്ചതുപോലെ എന്നെ നിങ്ങൾ പ്രശംസിക്കരുത്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. എന്നെ നിങ്ങൾ അബ്ദുല്ലാഹി വറസൂലുഹു എന്നാണ് പറയേണ്ടത്, അല്ലാഹുവിന്റെ അടിമ. അഥവാ അള്ളാഹുവിന്റെ പ്രവാചകനെ നമ്മൾ എന്തൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി എന്ന് പറയാറുണ്ട്, ഹബീബായ പ്രവാചകൻ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ നബി എന്ന് പറയാറുണ്ട്, ഖലീൽ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പല വിശേഷണങ്ങൾ പ്രവാചകന് നമ്മൾ നൽകാറുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും മഹത്തായതും പ്രവാചകന് ഇഷ്ടമുള്ളതും അള്ളാഹു പ്രയോഗിച്ചതുമായ പദം അബ്ദ് എന്നതാണ്, അടിമ. അള്ളാഹുവിന്റെ ദാസൻ, അള്ളാഹുവിന്റെ അടിമ എന്ന്. ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നത് പല പണ്ഡിത ശ്രേഷ്ഠരായ ആളുകളെയും പല വിധത്തിലുള്ള പേരുകളാൽ ആലിമുൽ അല്ലാമ എന്ന് പറഞ്ഞുകൊണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട്, ഖമറുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട്, ശംസുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പേരുകളാൽ ഒരു വേദിയിലോ സ്റ്റേജിലോ അങ്ങനെ ഒരാളെ കിട്ടിയാൽ അയാളെ പ്രശംസിച്ച് കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് പുകഴ്ത്തി പറയുന്ന അവസ്ഥയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഏറ്റവും നല്ല വിശേഷണം അബ്ദ്, ദാസൻ, അടിമ എന്നതാണ്. ഖുർആനിലെ വിവിധ ആയത്തുകളിൽ ഒന്ന് സൂറത്തുൽ ജിന്നിൽ പറയുന്നു, വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഊഹു കാദൂ യകൂനൂന അലൈഹി ലിബദാ. അള്ളാഹുവിന്റെ അടിമയായ ആ പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോ അവർ അഥവാ ജിന്നുകൾ അള്ളാഹു ആ പ്രവാചകന്റെ അടുക്കൽ അത് കേൾക്കുവാൻ വേണ്ടി കൂട്ടം കൂട്ടമായി അണിചേരുകയുണ്ടായി. അവിടെ അള്ളാഹു പ്രയോഗിച്ച പദം അബ്ദുല്ലാഹി, അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നാണ്. അതുപോലെ സൂറത്ത് അൽ കഹ്ഫിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ആയത്തിൽ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി കിതാബ, അബ്ദ് എന്നാണ്. സൂറത്തുൻ നജ്മിൽ വഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, തന്റെ അടിമക്ക് ഞാൻ സന്ദേശം നൽകി, സന്ദേശം നൽകാനുള്ളത് എന്നാണ്. വലൗ സബഖത്ത് കലിമത്തുനാ ഇബാദിനൽ മുർസലീൻ, പ്രവാചകന്മാരെ മൊത്തത്തിൽ അല്ലാഹു പറയുന്നത് ഇബാദിനൽ മുർസലീൻ എന്നാണ്. അപ്പോ പ്രവാചകനെ അമിതമായി പ്രശംസിച്ചുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. അവിടെയും നമ്മൾ പ്രവാചകന് അർഹിക്കുന്ന അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വിശേഷണം അബ്ദ് എന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രാർത്ഥനകളിൽ വെച്ചുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പ്രാർത്ഥനകളുടെ പാപമോചനങ്ങളുടെ സയ്യിദായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ അൻ തഖൂല അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വ അന അബ്ദുക, ഞാൻ എൻ്റെ അബ്ദാണ് റബ്ബേ, ഞാൻ എൻ്റെ ദാസനാണ് റബ്ബേ.
ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ ആളുകളെ ആയിരുന്നാലും പ്രവാചകന്മാരെ ആയിരുന്നാലും പണ്ഡിതന്മാരെ ആയിരുന്നാലും അമിതമായ പ്രശംസകൾ നടത്തരുത് എന്നും പ്രവാചകന് പോലും യോജിക്കുന്ന പ്രശംസയിൽ ഏറ്റവും വലുത് അബ്ദ് എന്ന പ്രശംസയാണ് എന്നും അതിന്റെ ചരിത്രത്തിലെ ഗുണപാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കുണ്ടാകാറുള്ള സംശയങ്ങളിൽ ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജസദിയായിട്ടാണോ റൂഹിയായിട്ടാണോ ഈ യാത്ര നടത്തിയിട്ടുള്ളത്? അഥവാ ആത്മാവാണോ അവിടെ, ഫിസിക്കലിയാണോ മെന്റലിയാണോ, ശരീരപ്രധാനത്തോട് കൂടിയിട്ടാണോ, അതല്ലെങ്കിൽ ഉറക്കത്തിൽ കാണുന്നത് പോലെ സ്വപ്നം കാണുന്നത് പോലെയാണോ എന്നൊരു സംശയം ചിലപ്പോൾ ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട്. അവിടെ സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല, ഇതൊരു സ്വപ്നം കാണുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഖുർആൻ ഇതെടുത്തു പറയേണ്ട ആവശ്യമോ ഒരു അത്ഭുതകരമായി കാണേണ്ട കാര്യമോ മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകനെ എതിർക്കേണ്ട കാര്യമോ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഉറക്കത്തിൽ ആളുകൾ പലതും കാണാറുണ്ട്. സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആരും അതിനെ വിമർശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിതത്തിലെ ശാരീരികമായി തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്, ഗുണപാഠമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു പ്രവാചകന്മാരെക്കാൾ സ്ഥാനമുണ്ട്. അഫ്ളലുൽ അംബിയ, പ്രവാചകന്മാരിൽ വെച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠൻ. പ്രവാചകന്മാർ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുണ്ട്. അതിൽ 25ഓളം പ്രവാചകന്മാരെ അല്ലാഹു ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മിൽപ്പെട്ട പ്രധാനികളായ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 1.25 ലക്ഷത്തോളമുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അഫ്ളലുൽ അംബിയ, പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളാരാണ്? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പ്രവാചകന്റെ ഇസ്രായിലിന്റെ ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോ അവിടെ തെളിയിക്കുകയാണ്. അവിടെ ഒരു നമസ്കാരം നടന്നു. ആ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോ അവിടെ ഒരു നമസ്കാരം നടന്നു. ആ നമസ്കാരം നടന്നത് പ്രവാചകനും മറ്റു പ്രവാചകന്മാരും കൂടിയുള്ള നമസ്കാരമാണ്. പ്രവാചകനും മറ്റു പ്രവാചകന്മാരും കൂടിയുള്ള നമസ്കാരമാണ്. അവിടെ ആ നമസ്കാരത്തിന്റെ നേതൃത്വം നൽകിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി ആ സംഭവത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ആ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ഗുണപാഠം, സമൂഹങ്ങളിൽ നിന്ന് അഫ്ളലുൽ ഉമ്മയാകേണ്ടത് നമ്മളാണ്. അഫ്ളലുൽ അംബിയ പ്രവാചകനാണ് എങ്കിൽ ആ പ്രവാചകന്റെ ഉമ്മത്തായ നമ്മൾ അഫ്ളലുൽ ഉമ്മത്താകണം, ഏറ്റവും നല്ല ഉമ്മത്താകണം. ആ പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ജീവിതത്തിൽ അതെല്ലാം പകർത്തി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം എന്ന ഒരു സന്ദേശവും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആ ഇസ്രായി കഴിഞ്ഞതിന് ശേഷം, ഇസ്രായി എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആ ബൈത്തുൽ മുഖദ്ദസ് വരെ എത്തി അവിടെ നിന്ന് നമസ്കാരം നിർവഹിച്ച് അവിടെ നിന്ന് നമുക്ക് അറിയുന്ന ആ കഥ പോലെ പാലും കള്ളും നൽകപ്പെട്ട് പ്രവാചകൻ പാല് തെരഞ്ഞെടുത്തു. അത്രയുമുള്ള ആ കഥക്കാണ് ഇസ്രാ എന്ന് പറയുക. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യത്തിനാണ് മിഅ്റാജ് എന്ന് പറയുക. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ കയറിപ്പോവുക എന്നാണ്. അവിടെ നിന്ന് ഗാനലോകത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിപ്പോവുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവുമായിട്ട് മുലാഖാത്ത് നടത്തുവാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവുമായി കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഈ കയറിപ്പോകുന്നത് എന്നത് നമുക്കറിയില്ല, ഗൈബിയായ കാര്യമാണ്. ഈ സംഭവത്തിൽ നടക്കുന്നത് പലതും ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെ നടന്നു, ഏത് രൂപത്തിൽ നടന്നു, അതിന്റെ ബുദ്ധിപരമായ മാനം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വാനലോകത്തേക്ക് ഉയർന്നു പോവുകയാണ്. അവിടെ വെച്ച് ഓരോ ആകാശത്തിലും ഓരോ പ്രവാചകന്മാരെ കാണുകയുണ്ടായി. ഒന്നാമത്തെ ആകാശത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. രണ്ടാമത്തെ ആകാശത്തിൽ ഈസാ യഹ്യ അലൈഹിസ്സലാം അവരെ കണ്ടു. ഇങ്ങനെ ഓരോ ആകാശത്തിലും പ്രവാചകന്മാരെ കണ്ടു. എന്തുകൊണ്ട് അവരിൽ ചില പ്രവാചകന്മാരെ മാത്രം കാണിക്കപ്പെട്ടു? ഈ 1.25 ലക്ഷം പ്രവാചകന്മാരിൽ, അതുപോലെ ഖുർആൻ എടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരിൽ, ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽ, ഈ ഓരോ ആകാശങ്ങളിലും ചില പ്രവാചകന്മാരെ മാത്രമാണ് കാണിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കപ്പെട്ടിട്ടുള്ളത്? മുഫസ്സിറുകളായ ആളുകൾ
മുഹദ്ദിസുകളായ ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പറയുന്നു, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പ്രവാചകൻ കണ്ടത് രണ്ടാമത്തെ ആകാശത്തിൽ വെച്ചുകൊണ്ടാണ്. അതൊരു പാഠമാണ് പ്രവാചകന്റെ. എന്താണ് പാഠം? ജൂതന്മാരുടെ കഠിനമായ ശത്രുതയ്ക്ക് വിധേയരായിട്ടുള്ള രണ്ട് പ്രവാചകന്മാരാകുന്നു അവർ. അതുകൊണ്ട് പ്രവാചകരെ അങ്ങക്കും മദീനയിൽ വെച്ചുകൊണ്ട് ജൂതന്മാരുടെ ശത്രുത ഏൽക്കേണ്ടി വരും എന്ന ആ പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ആകാശത്തിൽ വെച്ചുകൊണ്ട് ഈസാ യഹ്യ അലൈഹിസ്സലാം അവരെ പ്രവാചകന് കാണിക്കപ്പെട്ടത് എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമത്തെ ആകാശത്തിൽ വെച്ചുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് നമുക്ക് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് കാണാൻ സാധിക്കുന്നത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ചരിത്രകാരന്മാരും അതുപോലെ മുഹദ്ദിസുകളുമായ ആളുകൾ പറയുന്നത് സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ദുൽമ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ പ്രവാചകരെ അങ്ങക്കും തന്റെ കുടുംബക്കാരിൽ നിന്ന് അത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും, ബന്ധുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരും. പിന്മാറരുത്, തളരരുത് എന്ന ശക്തി പകരാൻ വേണ്ടി, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ മൂന്നാമത്തെ ആകാശത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകനെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അവിടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോവുകയും കിണറ്റിലിടുകയും അവിടെ നിന്ന് അദ്ദേഹം ഭരണകർത്തൃത്വത്തിലേക്ക് എത്തുന്നതുമായ ചരിത്രം നമുക്കറിയാം. പ്രവാചകന്റെയും കുടുംബക്കാരായ ആളുകൾ തന്നെയാണ് പ്രവാചകന്റെ തലയിലേക്ക് കല്ലെടുത്തിടാൻ ശ്രമിച്ചിട്ടുള്ളത്, പ്രവാചകന്റെ കഴുത്തിൽ മുട്ടിട്ട് മുറക്കിയിട്ടുള്ളത്, പ്രവാചകനെ വായി പിടിച്ചെന്ന സമയത്ത് കല്ലെറിഞ്ഞുകൊണ്ട് കാലിൽ നിന്ന് രക്തം ധാരതായി ഒഴുകിയിട്ടുള്ളത് ഒക്കെ കുടുംബക്കാരായ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകരെ അതൊക്കെ ഈ ദൗത്യത്തിന്റെ മാർഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അവിടെ ഒന്നും തന്നെ താങ്കൾ പതറാൻ പാടില്ല എന്നാണ്. അതുപോലെ മൂസ ഹാറൂൻ അലൈഹിസ്സലാം അവരെ നമുക്ക് അഞ്ചാമത്തെ ആകാശത്തിലും ആറാമത്തെ ആകാശത്തിലും വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയും പറയുന്നത് സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രവാചകന്മാരാകുന്നു ഈ പ്രവാചകന്മാർ എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന തന്നെ ഇങ്ങനെയാണ്, യർഹമുല്ലാഹു അഖീ മൂസ ഖദ് ഊദിയ കിതറ മിന്നി ഫസബറ. പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണത്. അല്ലാഹുവേ, നീ എന്റെ സഹോദരനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് കരുണ ചൊരിയണമേ. ഖദ് ഊദിയ കിതറ മിന്നി ഫസബറ. എന്നേക്കാൾ അധികമായി അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നീ കരുണ ചൊരിയണമേ. ആ സമയത്ത് അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോ ആ പ്രവാചകന്മാരെ കാണിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം അവിടെ സമൂഹത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള അവസ്ഥകൾ തരണം ചെയ്യാൻ അങ്ങക്ക് അത്തരത്തിലുള്ള സന്ദർഭം വരുന്ന സമയത്ത് അതിനെ മറികടക്കാനുള്ള ശക്തി അങ്ങ് സംഭവിക്കണം എന്നതാണ് അതിന്റെ ഉദ്ദേശമെന്ന് അവിടെ മുഹദ്ദിസുകളും മുഫസ്സിറുകളുമായ ആളുകളൊക്കെ വിശദീകരിച്ച് നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകൻ ഈ ചരിത്ര സംഭവങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി ഈ വിഷയം പറഞ്ഞിട്ട് ആരും അംഗീകരിക്കുന്നില്ല. കാരണം അംഗീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അല്ല, അത്തരത്തിൽ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അങ്ങനെ ഇതാണ് പ്രവാചകനെ പരാജയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം എന്ന് ശത്രുക്കൾ മനസ്സിലാക്കി. അങ്ങനെ പ്രവാചകനോട് അവർ ചോദിച്ചു, അവർ പണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുണ്ട്, അവിടെ മസ്ജിദുൽ അഖ്സയിൽ കയറിയിട്ടുണ്ട്, അതിനെപ്പറ്റി അടുത്ത് പരിചയമുള്ള ആളുകളുണ്ട് അവിടെ. അവർ ചോദിച്ചു, അല്ല, നീ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ടുണ്ട് എങ്കിൽ നീ ഏത് ഭാഗത്തിലൂടെയാണ് അങ്ങോട്ട് കയറിയത്? അതിന്റെ പ്രവേശന കവാടം ഏത് ഭാഗത്തിലൂടെയാണ്? ആ മസ്ജിദുൽ അഖ്സയ്ക്ക് എത്ര വാതിലുകളുണ്ട്? ആ മസ്ജിദുൽ അഖ്സയ്ക്ക് എത്ര ജനലുകളുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പരന്നു. പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞത് പരിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്റെ ഇസ്രായിനെ പറ്റി ഖുറൈശികൾ എന്നോട് ചോദിച്ചു, ഞാൻ ആ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ടുണ്ട്, പക്ഷെ ഒറ്റ പോക്കോട്ട് നമ്മളിതൊന്നും നോക്കി വെക്കൂലല്ലോ.
ഒരു വീട്ടിൽ കയറിയാൽ അവിടുത്തെ സ്റ്റെയർ കേസ് ഇത്രയാണ്, ബാക്കി ഇങ്ങനെയാണ് നോക്കി വെക്കൂല. അതുപോലെ ഞാനും നോക്കിയിട്ടില്ല. ലം അസ്ബിത്ഹ, എന്റെ മനസ്സിൽ അത് തറച്ചു വെച്ചിട്ടില്ല. അപ്പോ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമുണ്ടായി. അത്രത്തോളം ഒരു വിഷമം എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. ഞാനിതാ എന്റെ ദൗത്യം ഇവിടെ പരാജയപ്പെടുകയാണല്ലോ, എന്റെ പ്രവാചകത്വത്തിന് മങ്ങലേൽക്കുകയാണല്ലോ, പടച്ചോനെ ഞാൻ എന്താണ് ചെയ്യുക? ഇത്രയും വലിയൊരു മനോവിഷമം ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് വലിയ മനോവിഷമത്തിലായി ഞാൻ എന്ന് പ്രവാചകൻ തന്നെ പറയുന്നു. അപ്പോഴതാ അവരെന്താണോ ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന ഭാഗങ്ങളും കാര്യങ്ങളും എന്റെ കൺമുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു തരുന്നു. അള്ളാഹു ആ ഭാഗങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചു തരികയാണ്. അത് നോക്കിക്കൊണ്ട് എനിക്ക് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള അത്ഭുതം. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പ്രവാചകൻ കൃത്യമായി മറുപടി പറഞ്ഞു. ഒരു യാത്രാ സംഘത്തെ കുറിച്ച് പോലും ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അവർ ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഇന്ന ദിവസം ഇവിടെ അവർ തിരിച്ചെത്തും എന്നതും പ്രവാചകൻ പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇതൊരു അത്ഭുതമാണെന്നോ പ്രവാചകത്വത്തിന്റെ തെളിവാണെന്നോ അവർ മനസ്സിലാക്കിയില്ല. അവർ അതിനെ കളവാക്കുകയും അവർ അതിനെ കളവാക്കുകയും പ്രവാചകനെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് പിരിഞ്ഞുപോയി. കാരണം എന്താ? പടച്ചോർക്ക് ഹിദായത്തൊക്കെ വിചാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ അവിടെ തൗഫീഖ് ലഭിക്കേണ്ടതായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഇങ്ങനെ ഈ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ആ ചരിത്ര സംഭവം നാം മദ്രസകളിൽ വെച്ച് തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ പറ്റുന്ന, നാം ഉൾക്കൊള്ളേണ്ടുന്ന ഇതുപോലെയുള്ള ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതെല്ലാം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഉസീകും ബിഇബാദില്ലാഹി വ നഫ്സി താനിയ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ചിന്തിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ശിഹാബ് സ്വലാഹി നമ്മോട് വിട പറഞ്ഞു. പ്രവാസ ജീവിതത്തിനിടയിലാണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളത്. ഈ പള്ളിയുടെ ആദ്യത്തെ പള്ളിയിൽ അദ്ദേഹം ഖതീബായി ജോലി നോക്കിയിട്ടുണ്ട്. അതുപോലെ മദ്രസ അധ്യാപകരായി ഇവിടെ അദ്ദേഹം കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇവിടെ സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് അദ്ദേഹം വിദേശത്ത് പോയതിനു ശേഷവും തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, തൊഴിൽ സമയങ്ങൾ കഴിഞ്ഞാൽ കിട്ടുന്ന സമയങ്ങൾ ഉറങ്ങാനുള്ള സമയം തന്നെ ഉണ്ടാവുകയില്ല. എന്നിട്ട് കൂടി പല ആളുകളും ദഅവത്ത് പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും മുഴുകാറുണ്ട്. അത്തരത്തിൽ തന്റെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെയും അവിടെയും ദഅവത്ത് പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കുകയും അതിന്റെ സാരഥിയായി കൊണ്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശുഭ സൂചകമായി പറഞ്ഞതുപോലെ ഒരു വിശ്വാസി നെറ്റിത്തടത്തിൽ വയർപ്പ് പൊടിഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവുക. അഥവാ പ്രവർത്തന നിരതനായി കൊണ്ടാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവുക എന്നാണ് അതിന്റെ സാരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നീങ്ങിക്കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം മുന്നേറി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ പഠനം നടന്നിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം പഠിച്ചിട്ടുള്ള ആളുകൾ എന്റെ നാട്ടിലുണ്ട്. അതുപോലെ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് 2-3 മാസക്കാലം എന്റെ നാട്ടിലും ഖുതുബ നിർവഹിക്കാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ രൂപത്തിൽ ജീവിതത്തിൽ പലരുമായി ഇടപഴകുന്ന സമയത്ത് പോലും
അനിഷ്ടകരമായ രൂപത്തിലുള്ള ഒരു പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല എന്ന് വിദ്യാർത്ഥി കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും സാക്ഷ്യം വഹിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നിന്നുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. വല്ല തെറ്റുകളും പോരായ്മയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതെല്ലാം പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയ്യുൻ, വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനയാണ്. പടച്ചോനെ, ഞങ്ങൾക്ക് നീ കണിക്കുളിർമ നൽകണം ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന്. ആ പ്രാർത്ഥനയും പ്രാവർത്തികമാകുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബവും ആദർശ രംഗത്തും കുടുംബരംഗത്തും കർമ്മരംഗത്തുമെല്ലാം നിരതരായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുമുള്ളത്. ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ അവശേഷിക്കുന്ന ആളുകളിലൊക്കെയുള്ളത് ആ ഓരോ മേഖലകളിൽ തങ്ങളുടെ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതും അദ്ദേഹത്തിന് പരലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തന്റെ കുടുംബത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, പടച്ചോനെ, നിന്നിൽ വിശ്വാസമുള്ള, നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരായി, ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നവരായി എന്റെ ഭാര്യയെയും മക്കളെയും ആ രൂപത്തിൽ വളർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറിനെ നീ ഒരു സ്വർഗ പൂന്തോപ്പാക്കി മാറ്റിയിടമേ തമ്പുരാനെ. അള്ളാഹുവേ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ തുറന്നു വെച്ചുകൊണ്ട് അതിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ആ ബർസഖി ജീവിതത്തിൽ നിന്നെ ആശിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാൻ. അതുപോലെ നമ്മുടെ പള്ളി, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സെക്രട്ടറി പറഞ്ഞിരുന്നു, പള്ളിയിൽ നോമ്പിലേക്ക് പായ വിരിക്കാനുള്ള സമയമായി. അതുപോലെയുള്ള ഒരുപാട് സാമ്പത്തിക ചെലവുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ പരലോകമോക്ഷത്തിന് വേണ്ടി അവരുടെ മക്കൾ ഈ പള്ളിയും അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായി സദഖകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയും അവരുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് അതിന്റെ പ്രതിഫലത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞിട്ടുള്ള ആളുകളുടെ, അവർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആ രോഗികളുടെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം അവരുടെ മേൽ വർഷിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും നമുക്കുമെല്ലാമുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. വർത്തമാനകാലത്ത് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വാരത്തിൽ സംഭവിച്ചത് ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പറയുന്ന എന്നേക്കാൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അതിനെ കുറിച്ചറിയാം. അവയിൽ ഒന്ന്, കൊണ്ടോട്ടി സ്വദേശിയായ ഷഹാന മുംതാസ് എന്ന് പറയുന്ന 19-കാരിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചതിന് ശേഷം ഡൈവോഴ്സ് ചെയ്ത് ആത്മഹത്യ ചെയ്തതാണ്. നിറം പോരാ, വെളുപ്പ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത സംഭവം നാം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലുണ്ട്. അവിടെ ഒരു മുസ്ലിം വിവാഹവും മുസ്ലിം കുടുംബത്തിലാണ്. അതുകൊണ്ട് വിവാഹ സമയത്ത് മാനദണ്ഡമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചകളിലും മറ്റും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. വളരെ സില്ലിയായിക്കൊണ്ട് ആ പെൺകുട്ടി ഏത് വീട്ടിലേക്കാണോ എത്തിയത്, അഥവാ വരന്റെ വീട്ടിലെ ഉമ്മ അവരിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു പ്രതികരണം വേദനാജനകമാണ്. ആ അമ്മ പറഞ്ഞിട്ടുള്ളത്, എന്തിനാ നിങ്ങൾ വലിയ കുഴപ്പമുണ്ടാക്കുന്നത്? 15-20 ദിവസമായിട്ടല്ലേ ഓളിവിടെ എത്തിയിട്ടുള്ളൂ, എനിക്കിപ്പോ 19 വയസ്സായിട്ടുള്ളൂ, പോയാൽ നിങ്ങൾക്ക് വേറൊരു പുതിയാപ്പിളിനെ വേറെ കിട്ടൂലേ എന്ന രൂപത്തിൽ വളരെ ലാഘവത്തോട് കൂടി സംസാരിച്ചിട്ടുള്ള ഒരു ഉമ്മ. എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ഈ പെൺകുട്ടി, ഞാൻ 9 മാസം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചതുപോലെയുള്ള ഒരു മകളെയാണ് എനിക്ക് കിട്ടിയത് എന്ന് ആലോചിക്കാതെ ഈ രൂപത്തിൽ സംസാരിക്കുന്ന ഒരു സംഭവം നാം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക.
അതുപോലെ തന്നെ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള തീപിടുത്ത സംഭവം 7-ാം തീയതി തുടങ്ങിയിട്ടുള്ള ആ തീപിടുത്തം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പല വഴികളിലൂടെ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ആ വിഷയത്തിനെ. അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇന്ന് നരനായാട്ട് ജെറൂസലമിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ നരനായാട്ട് നടക്കുന്നത് നമുക്കറിയാം. അവിടെ ആ കത്തിപ്പടരുന്ന തീജ്വാലകൾക്കിടയിൽ നിന്ന് നാം കേൾക്കുന്നത് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അലയൊലികളാണ് എന്ന് തിരിച്ചറിയുവാനും ആ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ആളുകളെ ഒരു ബിൽഡിംഗ് ഇല്ല, ഒരു ശവപ്പറമ്പാക്കി മാറ്റിയ രൂപത്തിൽ ആ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടായി എന്ന് ഒരു സമാധാനം നാം കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. പക്ഷേ അവിടെ ഇനി ആ നാടുണ്ടോ? അത്രയ്ക്ക് അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്നൊടുക്കി തീർത്തിട്ടില്ലേ? ഇനിയും ഏതൊരവസ്ഥയിലാണ് അവിടെയുള്ളത് എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. അന്ധവിശ്വാസങ്ങളുടെ അരമനമായി മാറിയിട്ടുള്ള നമ്മുടെ നാട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഗോപാൽ സ്വാമി എന്ന് പറയുന്ന ആളിന്റെ സമാധിയെ സംബന്ധിച്ചാണ്. ആളുകൾ എത്രമാത്രം അന്ധവിശ്വാസികളായി തീർന്നിട്ടുണ്ട് എന്നത് ആ ചരിത്രങ്ങളിൽ നിന്നും ഇതൊക്കെ കഴിഞ്ഞ വാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. വർത്തമാന കാലത്തിലൂടെ സഞ്ചരിക്കുവാനും ഒരു ഇസ്ലാമിന്റെ ഒരു മുസ്ലിമിന്റെ ഓജസ്സോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ചരിത്രത്തിൽ നിന്ന് കാലത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ഈമാനിന്റെ വളർച്ചയും പ്രചോദനവുമാകുന്ന രൂപത്തിൽ വളർന്നു വരുവാനും വളർത്തിക്കൊണ്ടുവരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ ഭർത്താക്കന്മാർ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അവൻ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.